അപൂർ സൻസാർ എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. അപൂർ സൻസാർ എന്ന വാക്കിൻ്റെ മലയാളത്തിലുള്ള ഏകദേശാർത്ഥം അബുവിൻ്റെ ലോകം എന്നാണ്. അബു ആരാണെന്ന് വെച്ചാൽ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ എഴുതിയ പ്രസിദ്ധമായ പാഥേർ പാഞ്ചാലി, അപരാജിതോ എന്നീ നോവലുകളിലെ നായക കഥാപാത്രമാണ് അബു. അപൂർവ എന്ന് മറ്റുമാണ് ആ ചെറുപ്പക്കാരൻ്റെ ശരിക്കുള്ള പേര്. ഈ അബുവിൻ്റെ ജനനം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുട്ടിക്കാലം വരെയുള്ള കാര്യങ്ങളാണ് ഈ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നീട് സത്യജിത് റായി 3 ഭാഗങ്ങളുള്ള സിനിമയായിട്ട് ചിത്രീകരിച്ചു. ആദ്യ ഭാഗമാണ് വിഖ്യാതമായ പാഥേർ പാഞ്ചാലി, രണ്ടാം ഭാഗം അപരാജിതോ, മൂന്നാം ഭാഗം അപൂർ സൻസാർ. അപ്പോൾ ഈ അബു ട്രിലോജി അഥവാ അബുത്രയം എന്നറിയപ്പെടുന്ന സിനിമകളിൽ മൂന്നാമത്തേതാണ് അബുവിൻ്റെ ലോകം അഥവാ അപൂർ സൻസാർ. അപൂർ സൻസാർ എന്ന സിനിമയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ നേതാവ് സ്വന്തം മകന് അബു എന്ന് പേരിട്ടു. ആ രാഷ്ട്രീയ നേതാവ് നമുക്കേവർക്കും സുപരിചിതനായ പ്രിയങ്കരനായ ശ്രീ PJ ജോസഫാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവ്, പരമോന്നത നേതാവ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആ PJ ജോസഫിൻ്റെ മകനാണ് അബു ജോൺ ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി വളരെ കാലം വിദേശത്തായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ സൂറിക്ക് നഗരത്തിലാണ് അബു താമസിച്ചത്. പിന്നീട് സൂറിക്കിലെ താമസം അത്ര സുഖകരമല്ലെന്ന് തോന്നിയിട്ട് അദ്ദേഹം അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാടായ തൊടുപുഴക്കടുത്ത് പുറപ്പുഴയിൽ വന്ന് കൃഷിയും മൃഗപരിപാലനമൊക്കെ ആയിട്ട് കഴിയുകയാണ്. കേരള കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും അവരുടെ മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാറാണ് ആദ്യം വന്നത്. ഗണേഷ് കുമാർ അതുവരെ സിനിമാ നടനായിട്ട് നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം സിനിമാ അഭിനയത്തിൻ്റെ കൂടെ സീരിയൽ അഭിനയവും നിർത്തി പെട്ടെന്ന് പത്തനാപുരത്ത് മത്സരിക്കുന്നു. സിറ്റിംഗ് MLA ആയിരുന്ന പ്രകാശ് ബാബുവിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തുന്നു. പിന്നീട് ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇനി ഗണേഷ് കുമാറിനെ തോൽപ്പിക്കണമെങ്കിൽ ഗണേഷ് കുമാർ തന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. അത്രയും പ്രബലനാണ്, അത്രയും ജനകീയനാണ് ഗണേഷ് കുമാർ. അങ്ങനെ ഗണേഷ് കുമാർ ജയിക്കുമ്പോൾ തന്നെ മന്ത്രിയാകുന്നു. മന്ത്രി എന്നുള്ള നിലയ്ക്ക് പേരെടുക്കുന്നു. അപ്പോൾ മാണിസാറിന് വിഷമമായി. 5 പെമ്മക്കൾക്ക് താഴെ ഒരാൺകുട്ടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് കെ മാണി എന്നാണ്. ജോമോൻ എന്ന് വീട്ടിൽ വിളിക്കും. മാണി സാർ ജോമോനെ ഉന്തിത്തള്ളി രാഷ്ട്രീയത്തിൽ ഇറക്കി. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന് കരുതി നിർത്തിയില്ല. പുള്ളി രണ്ടാമതും മത്സരിപ്പിച്ചു, ജയിച്ചു. ആദ്യം ലോക്സഭാംഗമായി, പിന്നെ രാജ്യസഭാംഗമായി, പിന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചു മാണി സാർ മരിച്ചതിന് ശേഷം. അപ്പോൾ തോറ്റുപോയി. എന്ന് വെച്ചാൽ മാണി സാറിൻ്റെ മോൻ തോറ്റാലും ജയിച്ചാലും ഒന്നുകിൽ MLA ആയിട്ട് അല്ലെങ്കിൽ MP ആയിട്ടിരിക്കണം. അതുകൊണ്ട് വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ജോസ് കെ മാണി MP നമുക്കുണ്ടായത്. അപ്പോൾ അബുവിന് മുമ്പ് വേറൊരു മകൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ TN ജേക്കബിൻ്റെ മകനാണ്. TN ജേക്കബിൻ്റെ മകൻ അനൂപ്. ആ ജേക്കബ് സാർ മരിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സീറ്റായിരുന്ന പിറവത്ത് മത്സരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു മന്ത്രിയായി. മന്ത്രിസ്ഥാനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മത്സരിച്ചു. 2 റൗണ്ടും കൂടി ജയിച്ചു. അദ്ദേഹം ഇപ്പോൾ നിയമസഭാംഗമായിട്ട് തുടരുന്നു. അപ്പോൾ ജേക്കബിൻ്റെ മകനും പിള്ള സാറിൻ്റെ മകനും മാണി സാറിൻ്റെ മകനും ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നാൽ പിന്നെ ജോസഫ് സാറിൻ്റെ മകനും രാഷ്ട്രീയത്തിൽ വരണമല്ലോ. അങ്ങനെ അബുവിൻ്റെ ലോകം പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അബു കേരള കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടു. പാർട്ടി ചെയർമാൻ P ജോസഫാണ്. വൈസ് ചെയർമാനായിട്ട് നമ്മുടെ മാണി സാറിൻ്റെ മകളുടെ ഭർത്താവ് വളരെ പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ ആയിരുന്ന MP ജോസഫിനെയും നിയമിച്ചിട്ടുണ്ട്. പിന്നെ മോൻസ് ജോസഫ് അടക്കമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കുറഞ്ഞു പോയ ഒരു പോരായ്മ ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. അങ്ങനെ PJയുടെ മകൻ അബു രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ PC ജോർജിൻ്റെ മകൻ്റെ കാര്യം മറന്നുപോയി. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പണ്ട് മുതലേ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിലുണ്ട്, യൂത്ത് ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജനപക്ഷത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡായി. ഇപ്പോൾ BJPയുടെ യുവ നേതാവായി വിലസുകയാണ്. മിക്കവാറും എല്ലാ കേരള കോൺഗ്രസ്സുകാരുടെ മക്കളും രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞു. എല്ലാ ഗ്രൂപ്പിൻ്റെയും ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പും അന്യം നിന്ന് പോവുകയില്ല. അബു രാഷ്ട്രീയത്തിൽ വന്നിരിക്കുകയാണ്. അബുവിന് P ജോസഫിനുള്ള എല്ലാ മേന്മകളും അതുപോലെ തന്നെ ദൗർബല്യങ്ങളും ഉണ്ട്. P ജോസഫിനെ പോലെ തന്നെ പാട്ടുകാരനാണ് അബു. കഴിഞ്ഞ ദിവസം TV-യിൽ അബു പാട്ട് പാടുന്നത് കണ്ടു. ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ലെങ്കിൽ ഗാനമേള നടത്തിയിട്ടാണെങ്കിലും ജീവിക്കാം എന്ന ധൈര്യം അദ്ദേഹത്തിനുണ്ട്. P ജോസഫ് ഇതുപോലെ ആയിരുന്നാലും ഇപ്പോഴും ഇതുപോലെയാണ്. പുള്ളി പാട്ട് വലിയ വീക്ക്നെസ്സാണ്. പൂമാനം പൂത്തുലഞ്ഞി എന്ന പാട്ടാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ബലഹീനത. അത് കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട്.
അദ്ദേഹം പണ്ട് രാജിവെച്ച് പോകുന്ന സമയത്ത് ഈ TV ചാനലുകാരെ ഏതൊരു ദ്രോഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ചാനലുകാരൻ വന്നിട്ട് സാറ് ഏതായാലും രാജിവെച്ച് പോകാനുള്ള ഒരു പാട്ട് പാടാൻ പുള്ളി ഉടനെ പാട്ട് പാടി. അവിടെ അടുത്ത ചാനലുകാരൻ വന്നു സാറ് അവർക്ക് വേണ്ടി പാടിയില്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം പാടിക്കൂടെ. പുള്ളി വേറൊരു പാട്ട് പാടി. അപ്പോഴത്തേക്കും സാമദ്രോഹികളായ മൂന്നാമത്തെ ചാനലുകാരൻ വന്നു സാറ് ഒരു പാട്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി പാടും. ഞങ്ങളുടെ പ്രേക്ഷകർ സാറിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അവർക്ക് വേണ്ടി മൂന്നാമതൊരു പാട്ട് പാടി. ഇതാണ് പി ജോസഫിന് പാട്ടിനോടുള്ളൊരു വലിയ പ്രതിപത്തി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴയ്ക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് റോഡ് സൈഡിൽ DYFIക്കാരുടെ ഒരു ഗാനമേള നടന്നു. പുള്ളി കാർ അവിടെ നിർത്തി. ഉടനെ സ്റ്റേജിൽ കയറി ചെന്നു. ഒരു പാട്ട് പാടാൻ അവസരം തരണം എന്ന് പറഞ്ഞു. അവർ നോക്കിയപ്പോൾ പാവം പാടാൻ കൊതിച്ച ഒരു മന്ത്രി ഉടനെ മൈക്ക് കൊടുത്തു. പുള്ളി പാടാൻ തുടങ്ങി. 4 വരെ പാടിയപ്പോൾ ബാക്കി വരും മറന്നുപോയി എക്സ്ക്യൂസ് മീ സോറി എന്ന് പറഞ്ഞു. PJ കാറി കയറിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും PJയുടെ മകനായ അബുവും അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ നല്ലൊരു പാട്ടുകാരനാണ്. പി ജോസഫിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹമുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾക്ക് ഉപരി. കാരണം പി ജോസഫ് ഒരു കാപട്യമില്ലാത്ത അല്ലെങ്കിൽ കാപട്യം വളരെ കുറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിനെ ഉപയോഗിച്ച് വേറെ പല ആളുകളും പണം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും അഴിമതി നടത്തിയിട്ട് എനിക്ക് തോന്നുന്നില്ല. അബുവിനെ എനിക്കറിയാം. അബു വളരെ നല്ല യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പിതാവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരും, അഴിമതിക്കാരെ പരമാവധി അകറ്റി നിർത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അബുവിന് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. അബു രാഷ്ട്രീയത്തിലൊരു വലിയ വിജയമായി തീരട്ടെ. പിതാവിൻ്റെ സൽപ്പേര് ഇദ്ദേഹവും നിലനിർത്തട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.